ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു ദിവസത്തെ കൂടി കാണുവാൻ, ഒരു ദിവസത്തിന്റെ പ്രഭാതത്തെ കൂടി കാണുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ നിദ്രയിലേക്ക് പോയി ഈ പ്രഭാതത്തെ കാണുവാൻ നമുക്ക് സാധിച്ചു. എന്നാൽ എത്രയോ പേർ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഈ പ്രഭാതം കാണാൻ കഴിയാതെ കടന്നു പോയപ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരുതൽ എത്ര അധികമായി നമ്മോടിരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രഭാതം കാണുവാനിടയാക്കിയത്. ആ കരുതുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനമാകുന്ന മന്ന ഭക്ഷിക്കുവാൻ നിങ്ങൾ ഏവരെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ആലോചന കേൾക്കാം. നിങ്ങളെല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ശക്തി എന്ന വിഷയമാണ്. എന്താണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം? മറഞ്ഞിരിക്കുന്ന ശക്തി. ഒരു വേദഭാഗം അതിനാധാരമായി വായിക്കാൻ ആഗ്രഹിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിങ്ങനെ വായിക്കുന്നു: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന് എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ആധുനിക ലോകത്തിലാണ് ജീവിക്കുന്നത്. ശാസ്ത്രം വളരെയധികം പുരോഗമിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്രത്തിൽ നമ്മൾ ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേട്ടിട്ടുണ്ട്. ശാസ്ത്രത്തെ ചലിപ്പിച്ച മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നുവെന്ന് 3 ലളിതമായ നിയമങ്ങൾ അദ്ദേഹം സംഗ്രഹിച്ച് പറയുണ്ടായി. അദ്ദേഹം പറയുന്നത് 3 നിയമങ്ങളാണ് ഈ പ്രപഞ്ചത്തെ നീക്കുന്നത് എന്നാണ്. ഒന്ന്, അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരുന്നതാണ്. അതായത്, നിങ്ങൾ ശക്തി കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ ബലം പ്രയോഗിച്ചില്ലെങ്കിൽ ഒരു സാധനവും ആ സ്ഥലത്തു നിന്ന് നീങ്ങുകയില്ല, മാറുകയില്ല. അപ്പോൾ ബലമാണ് ചലിപ്പിക്കുന്നത് എന്ന ഒരു 2 നിയമങ്ങൾ. ശക്തി കൊണ്ട് മാത്രമേ ചലിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്ന നിയമം. അതോടൊപ്പം തന്നെ ഒരു നിയമം കൂടി കണ്ടെത്തിയത്, അങ്ങനെയാണെങ്കിലും ശക്തി ഉണ്ടെങ്കിലും ബലമുണ്ടെങ്കിലും നീങ്ങാൻ കഴിയാത്തതുമുണ്ട്. അതായത്, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, അതിൽ ധാരാളം ശക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, കെട്ടിടം എവിടെയും പോകുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിൽ ശക്തിയുണ്ട്, പക്ഷെ അതിനെ എങ്ങോട്ട് നീക്കാൻ കഴിയുന്നില്ല. ഇത് ഐസക് ന്യൂട്ടൻ കൊണ്ടുവന്നതായ ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ്. അപ്പോൾ നമ്മൾ, പ്രിയമുള്ളവരെ, മനസ്സിലാക്കുന്നത് സഭയ്ക്ക് മറഞ്ഞിരിക്കുന്ന ശക്തി എന്ന വിഷയമാണ്. അപ്പൊ നമ്മുടെ ലോകത്ത് സംഭവിക്കുന്ന എല്ലാത്തിനും പിന്നിലെ മറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ശക്തിയാണ്. നമ്മുടെ സഭ ഉൾപ്പെടെ ഒരു ശക്തി മറഞ്ഞിരിപ്പുണ്ട് അതിന്റെ പിന്നിൽ എന്നതാ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സഭയിൽ ഐക്യം സംഭവിക്കുന്നത് എങ്ങനെയാണ്? സഭയിൽ ഐക്യം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ചലിക്കുന്ന ശക്തിയിലൂടെയാണ്. ആത്മാവിന്റെ ശക്തി എന്ത് ചെയ്യുന്നു? ആളുകളെ വേർപെടുത്തുകയല്ല ചെയ്യുന്നത്, അത് അംഗങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അടുപ്പിക്കുമ്പോൾ അവിടെ വേർതിരിവുകളോ വ്യത്യാസങ്ങളോ ഇല്ലാതെ വരുന്നു. യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എന്ന് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഒരു വ്യക്തി സമ്പന്നനോ ദരിദ്രനോ പെണ്ണോ ആണോ എന്നതൊന്നും ഒരു പ്രശ്നമല്ല, എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു എന്ന് 13-ാമത്തെ വാക്യം പറയുന്നു. അപ്പോൾ ആ ഒരു ഐക്യതയിലേക്ക് എല്ലാവരും ഒരാത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? മറഞ്ഞിരിക്കുന്ന ശക്തിയായി നമ്മളെ നടത്തുന്നത്. അപ്പോൾ അതിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ആത്മാവിന്റെ ഐക്യത
സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കും. സഭയുടെ എല്ലാ തലങ്ങളിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ത്രിയേക ദൈവത്തിന്റെ അടിത്തറയിലൂടെയാണ് നടക്കുന്നത്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവജനത്തെ തകർക്കാൻ കഴിയാത്ത ഐക്യത്തിന്റെ ഒരു ബന്ധത്തിലേക്ക് ആകർഷിക്കും. കാരണം അത് സഭയെ ചലിപ്പിക്കുന്നത് ആത്മാവിന്റെ മറഞ്ഞിരിക്കുന്ന ശക്തിയിലാണ്. അപ്പോ മറഞ്ഞിരിക്കുന്ന ശക്തി സഭയെ ചലിപ്പിക്കുന്നത്, സഭയുടെ ഐക്യം നടത്തുന്നത്, സഭയുടെ പ്രവർത്തനം, വിവിധങ്ങളായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പലതരത്തിലുള്ള ശുശ്രൂഷകൾ, വീര്യപ്രവർത്തികൾ എല്ലാം നടത്തുന്നത്, ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. ആ ശക്തിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഐക്യത്തിൽ ഒരുമനപ്പെട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവജനത്തെ തകർക്കാൻ കഴിയാത്ത ഐക്യത്തിന്റെ ഒരു ബന്ധം ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ ബന്ധത്തിലേക്ക് നമ്മളെ ആകർഷിക്കും. ആ ശക്തിയാണ് എന്ത് ചെയ്യുന്നത്? സഭയെ ചലിപ്പിക്കുന്നത്. അത് ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ മറഞ്ഞിരിക്കുന്ന ശക്തിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മ ശക്തി നമ്മളെ വ്യക്തിപരമായും സമൂഹമായും സഭയായും ഒരു ഐക്യത്തിന്റെ അനുഭവത്തിൽ കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മളെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, സഭയുടെ ഐക്യമായ പ്രവർത്തനത്തിൽ നിന്ന്, സഭയുടെ ഐക്യമായ നടത്തിപ്പിൽ നിന്ന്, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് സഭയെ കൂടുതൽ ഏകീകൃതമാക്കുന്നതിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെയും സഭയെ ഒരുമിച്ച് ഐക്യതയിൽ നടത്തുകയും എല്ലാ പ്രവർത്തനങ്ങളും ശക്തിയായി മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യും. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ വിഷയങ്ങളും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെയായാലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണമ്പള്ളി സഭയിലെ കുഞ്ഞമ്മ ജോണിന്റെ ജന്മദിനമാണ്. പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ജന്മദിന ആശംസകളും നേരുന്നു. ദൈവം നൽകിയിരിക്കുന്ന ആയുസ് ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഒരു ദിവസത്തിന്റെ പ്രഭാതത്തെ കൂടി കാണുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. സ്വർഗീയ പിതാവേ, കാലത്തിന്റെ അന്ത്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ സഭ ഐക്യത്തോടെ മുന്നേറുവാൻ സഭയെ സഹായിക്കുന്ന മറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് അത് ഞങ്ങൾ വ്യക്തിപരമായും സമൂഹമായും സഭയായും പ്രാപിച്ച് സഭയുടെ പ്രവർത്തനത്തെ ഏകീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളാണ്, ബലഹീനതകളാണ് കർത്താവെ അതിന് തടസ്സമായിരിക്കുന്നതെങ്കിൽ അതൊക്കെ ഞങ്ങളിൽ നിന്ന് മാറ്റി ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി ഏകീഭവിച്ച് ഒരുമനപ്പെട്ട് ഐക്യത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവ് അവരെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങൾ എന്തു തന്നെയായാലും കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിനും ഒരു തടസ്സവുമില്ലാത്തത് കൊണ്ട്, അങ്ങേക്ക് ഒന്നും അസാധ്യമല്ലാത്തത് കൊണ്ട് സകലതും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. സകലത്തിനും അവിടുന്ന് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജന്മദിനം ഓർക്കുന്ന മിസസ് കുഞ്ഞമ്മ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകിയ ആരോഗ്യം, ആയുസ് തിരുനാമ മഹത്വത്തിനെ പ്രയോജനപ്പെടുത്താൻ സഹായിക്കണമേ. അവിടുന്ന് തുടർന്നും അനുഗ്രഹിച്ച് ആവശ്യമായ ആരോഗ്യം, ബലം നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാം നമ്മളാലും നിറയ്ക്കണം. ഒരു പ്രാവശ്യം കൂടെ സമസ്ത വിഷയങ്ങളും അവിടുത്തെ കരയിൽ സമർപ്പിക്കുകയാണ്. എല്ലാത്തിനും അവിടുന്ന് മറുപടി തന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും നല്ല ഒരു ദിവസം നേരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക ചിന്തയോടെ നടപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.